ഇത്രയും കാര്യങ്ങൾ താങ്കൾ പറഞ്ഞ ഒരുപാട് ആരോപണങ്ങൾ ഇതെല്ലാം തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ദുരുദ്ദേശത്തോടു കൂടിയുടെ ഇടപെടൽ എന്നതാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? അതിലപ്പുറം രാഷ്ട്രീയ നേതൃത്വത്തിന് ഇതിന്റെ ഉത്തരവാദിത്തമില്ലേ? ഇത് പൂർണ്ണമായും പി ശശിയിലേക്ക് മാത്രം ഊന്നാവുന്ന വിഷയമാണോ? അല്ല, ഞാൻ ഈ കാര്യത്തിൽ പറയുന്നത് ഇദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം പൊളിറ്റിക്കൽ ഉത്തരവാദിത്തം അദ്ദേഹത്തിന് നിർവഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ആ ഉത്തരവാദിത്ത നിർവഹണം നടത്തിയിട്ടില്ല എന്നതിൻ്റെ തെളിവല്ലേ ഈ കണ്ടു കാണപ്പെട്ടതൊക്കെ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ഈ പറയുന്ന പോലീസ് ലെവലുള്ള പരാതികൾ ആരദ്ദേഹത്തോട് പോയി പറഞ്ഞാലും അത് ശരിയാകും എന്ന് പറഞ്ഞ് പിരിച്ചു വിടുകയല്ലാതെ, അദ്ദേഹം നല്ല ഓഫീസറാണല്ലോ എന്ന് പിരിച്ചു വിടുകയല്ലാതെ അദ്ദേഹത്തിന് എങ്ങനെ ഇതെല്ലാം അറിവില്ലാതെ പോയി? അങ്ങനെ ഒരു അറിവില്ലാത്തവനെ പാർട്ടി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് അവിടെ ഇരിക്കാൻ പറ്റുമോ? അതാണ് എൻ്റെ ചോദ്യം. ആ പരാതി ഞാൻ കൊടുക്കാൻ പോകുന്നത് പാർട്ടി പരിശോധിക്കട്ടെ, വരുന്ന വാർത്തകൾ അനുസരിച്ച് താങ്കൾ ആവശ്യപ്പെട്ടതുപോലെ മലപ്പുറത്തെ ഉദ്യോഗസ്ഥരെ ഒന്നാകെ മാറ്റിയിരിക്കുന്നു. അപ്പോൾ താങ്കൾ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആവശ്യത്തിൽ തീരുമാനമായിരിക്കുന്നല്ലോ, അത് നടപ്പാക്കിക്കൊണ്ട് ബാക്കിയെല്ലാം ഇനി വിട്ടുകളയുക എന്ന രൂപത്തിലേക്ക് പോവുകയാണ് എന്ന സൂചനകളുണ്ട്. താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? അല്ല, എനിക്ക് അങ്ങനെ ഒരു സൂചനയില്ല, അങ്ങനെ ഒരു വിശ്വാസവുമില്ല. അതായത് ഞാൻ കൊടുത്ത പരാതിയിലെ ഏറ്റവും പ്രമുഖ കണ്ണിയായ IPS സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. ഇവിടെ ഈ മലപ്പുറം ജില്ലയിലെ ഈ സുജിത് ദാസിൻ്റെ എന്താ പറയുക കരാള ഹസ്തങ്ങൾ ഈ ജില്ല വിട്ടുപോയിട്ടും ഇവിടുത്തെ എയർപോർട്ടുമായി ബന്ധപ്പെട്ട കള്ളക്കടത്തും ഇവിടെ MDMA കടത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഉപയോഗിച്ചിരുന്ന ഒരു സംഘത്തിലെ എല്ലാവരും എന്നല്ല പറഞ്ഞത്, ചില ആളുകളടക്കം ഒരു ജില്ലയിൽ മുഴുവൻ DSPമാരും മാറ്റപ്പെട്ടില്ലേ? അതൊരു ആക്ഷനല്ലേ? ഇപ്പോൾ അതിജീവിത പൊന്നാനിയിൽ നിങ്ങൾ എന്നെ ഉയർത്തിക്കൊണ്ടുവന്ന കേസ്, അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞ് എന്താണ് അസിസ്റ്റൻ്റ് SP ആണ് ഡയറക്റ്റായിട്ട് അവരോട് മൊഴിയെടുത്തിരിക്കുന്നത്. അതൊക്കെ അതിൻ്റെ വഴിയിലേക്ക്, നിയമത്തിൻ്റെ വഴിയിലേക്ക് പോവുകയാണ്. അപ്പോൾ കുറച്ച് നമ്മളൊന്ന് ക്ഷമിക്കണ്ടേ? അപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് പോലെ, നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളെന്ന വ്യക്തിയല്ല ഉദ്ദേശിക്കുന്നത്, പൊതുവായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ആഭ്യന്തര വകുക്കുന്ന ഒരു നടപടിയില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുമ്പം അങ്ങനെയല്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ശക്തമായ നടപടികൾ വരുന്നു. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുന്നു. അദ്ദേഹത്തിന് ബോധ്യപ്പെടേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നതോട് കൂടി ഇതിലും ശക്തമായ നടപടികൾ ഉണ്ടാകും. അതാണ് ഈ ഗവൺമെൻറ്, അതാണ് ഈ പാർട്ടി, അതാണ് മുഖ്യമന്ത്രി, അതാണ് പിണറായി വിജയൻ എന്നാണ് ഈ നിമിഷവും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ പരിധി വിട്ട ധൃതിയില്ല. ഇപ്പോൾ സെൻകുമാറിന്റെ കാര്യത്തിൽ എടുത്തതുപോലെ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് വരാൻ മുഖ്യമന്ത്രി മടിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് മുഖ്യമന്ത്രിക്ക് ഇതിൽ വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കേസുകളുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ RSS ADGP കൂടിക്കാഴ്ച എന്ന വിമർശനം ഉയരുന്നത്, ആരോപണം ഉയരുന്നത്. അങ്ങനെയല്ല എങ്കിൽ സെൻകുമാറിനെ വിമർശിച്ചതുപോലെ മുഖ്യമന്ത്രിക്ക് വിമർശിക്കാമല്ലോ. ഇന്നലെ പാർട്ടി പരിപാടിയിലാണ് അദ്ദേഹം പ്രസംഗിച്ചത് എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നു. അപ്പോഴും ആ പ്രസംഗത്തിലുടനീളം ചരിത്രത്തിൽ RSSും കോൺഗ്രസും എങ്ങനെ ബന്ധപ്പെട്ടിരുന്നു, എങ്ങനെയാണ് മൃദു ഹിന്ദുത്വം കോൺഗ്രസ് നടപ്പാക്കിയത്, അതിലൊന്നും പുതുമയില്ലെന്ന്, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതാണോ മുഖ്യമന്ത്രിയിൽ നിന്ന് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിച്ചത്? അല്ല, അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നിങ്ങളാ പറഞ്ഞത് ശരിയായി, അത് അംഗീകരിച്ചു തരാൻ എനിക്ക് പ്രയാസമുണ്ട്. കാരണം ഒരു പാർട്ടിയുടെ ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട CPMൻ്റെ ഘടകകക്ഷിയുമായി ബന്ധപ്പെട്ട CPM പ്രവർത്തകരുടെ യോഗത്തിലാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. ഇന്ന് ഈ പാർട്ടിയെ കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായി CPMുമായി ഒട്ടിച്ചേർക്കാൻ, RSSനെ ഒട്ടിച്ചേർക്കാനുള്ള വ്യഗ്രത ഇവിടുത്തെ ഒരുപാട് പത്രമാധ്യമങ്ങൾ നിരന്തരമായി കള്ളവാർത്ത കൊടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംശയത്തിൻ്റെ നിലയിൽ പാർട്ടിയെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്ന നിലക്ക് പാർട്ടി പ്രവർത്തകർ സഖാക്കൾ അണിനിരക്കുന്ന ഒരു യോഗത്തിൽ അത് വിശദീകരിക്കപ്പെടാതെ പോകാൻ സാധിക്കുമോ? ഗവൺമെൻറ്റിൻ്റെ കാര്യമല്ല അവിടെ സൂചിപ്പിക്കപ്പെട്ടത്, അവിടെ ചർച്ച ചെയ്യപ്പെട്ടത് പൊളിറ്റിക്സാണ്. പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്ന നിലയ്ക്ക് അദ്ദേഹം പൊളിറ്റിക്സ് പറഞ്ഞു. BJP RSS ബന്ധം എനിക്ക് തന്നെ എൻ്റെ അനുഭവമല്ലേ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും 7,000 വോട്ടാണ് BJPയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയിരിക്കുന്നത്. ഈ 19,000 തൊട്ട് 21,000 വോട്ടുണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ. ഒറ്റക്കെട്ടായിട്ട് BJPക്ക് പോയി, കോൺഗ്രസ്സിന് പോയി BJP വോട്ട് ചെയ്തില്ലേ എന്നെ തോൽപ്പിക്കാൻ? ഇതൊക്കെ നേരിട്ട് അറിവുള്ള ഈ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന നിങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? RSS BJPയുമായി പാർട്ടിയുടെ ചില നേതാക്കന്മാർക്ക് ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാനല്ലേ?
അല്ല, എത്രത്തോളം ത്യാഗം ഈ പാർട്ടി RSSനെതിരെ BJPക്കെതിരെ അല്ല, സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥന് ബന്ധമുണ്ടെങ്കിൽ തള്ളിപ്പറയാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി വൈകുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഇന്നലത്തെ ദിവസം എന്നുള്ളത് CPI ജനറൽ സെക്രട്ടറി തന്നെ പരസ്യ പ്രതികരണത്തിലേക്ക് വന്ന ദിവസമാണ്. ഇത് കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് തന്നെ ചർച്ച ചെയ്യുകയാണ്. ഈ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശ്യം എന്ത് എന്ന് ജനത്തിന് അറിയണം. ഞങ്ങൾ CPI സംസ്ഥാന നേതൃത്വത്തോട് വിശദീകരണം റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇന്നലെ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് D രാജ പറഞ്ഞത്. മാത്രമല്ല CPIയുടെ പരസ്യ പ്രതികരണം സംസ്ഥാനത്ത് നിന്ന് നമ്മൾ കണ്ടതാണല്ലോ. ഇത്രയും പ്രതികരണങ്ങൾ മുന്നണിയിൽ നിന്ന് ഉണ്ടാകുന്നു. താങ്കൾ ഭരണകക്ഷി MLA ആയിട്ട് താങ്കൾ തന്നെ ദിവസവും വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. എന്നിട്ടും എന്താണ് പരസ്യ പ്രതികരണം അദ്ദേഹം നടത്താത്തത്, ഒരു മറുപടി നൽകാത്തത്? അല്ല, ഞാനത് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഞാനത് സൂചിപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അദ്ദേഹം വിശ്വസിച്ചവരെ അങ്ങേയറ്റം വിശ്വസിക്കും. അവരെ അവിശ്വസിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതിൻ്റെ കൃത്യമായ, ഞാനൊരു PV അൻവർ ഇങ്ങനെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് അതങ്ങ് വിശ്വസിച്ചിട്ട് ഒരു നടപടിയെടുക്കും ബഹുമാനപ്പെട്ട CM എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം അത് ഉറപ്പ് വരുത്തുകയാണ്. ആ ഉറപ്പ് അദ്ദേഹത്തിന് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു നിമിഷം അതിന് കാത്തിരിക്കില്ല. അതാരായിരുന്നാലും ഈ ലോകം മുഴുവൻ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ അവനെ പുറത്താക്കണം എന്ന് പറഞ്ഞാൽ പിണറായി ഈ രാഷ്ട്രീയം നിർത്തേണ്ടി വന്നാലും നാളെ എന്താ പറയുക തോക്കിനിരയാകേണ്ടി വന്നാലും അദ്ദേഹത്തിന് കീഴൊടുങ്ങുന്ന പ്രകൃതമല്ല ബഹുമാനപ്പെട്ട സഖാവ് പിണറായി വിജയന്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഡിലേ എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ആ കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെടുമ്പം അതിലൊരു കൃത്യമായ തീരുമാനമുണ്ടാകും എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്.